തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 12-ാം തിരുലിഖിതം. നിന്റെ മനസ്സ് പ്രബോധനത്തിലും നിന്റെ കാതുകൾ വിജ്ഞാനം നിറഞ്ഞ വചസ്സുകളിലും ഉറപ്പിക്കുക. ആ വചനം ഒന്ന് ഏറ്റു പറയാം. മകനേ, മകനേ, നിന്റെ മനസ്സ് പ്രബോധനത്തിലും നിന്റെ മനസ്സ് പ്രബോധനത്തിലും നിന്റെ കാതുകൾ വിജ്ഞാനം നിറഞ്ഞ വചസ്സുകളിലും ഉറപ്പിക്കുക, വിജ്ഞാനം നിറഞ്ഞ വചസ്സുകളിലും ഉറപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ സാക്ഷ്യങ്ങൾ പറയുമ്പോഴും, ഓരോ പ്രഘോഷണങ്ങൾ നടക്കുമ്പോഴും, ഓരോ ദൈവരാജ്യ ശുശ്രൂഷകൾ പങ്കുചേരുമ്പോഴും എൻ്റെ ആത്മാവിനെ നിത്യതയുടെ തീരത്തേക്ക് എത്തിക്കാൻ, എൻ്റെ ആത്മാവിന് നഷ്ടപ്പെട്ട നിത്യത തിരികെ നൽകാൻ ജീവിക്കുന്ന എൻ്റെ ദൈവമായ കർത്താവ് ഈ എൻ്റെ അരികിൽ വന്ന് എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുകയാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഒരു സഹോദരൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ആൻ്റണി, ഞാനീ ഇടവക്കാരനാണ്. എൻ്റെ വീട് പ്ലാമരം. ഞാൻ അട്ടപ്പാടിയിലെ ഒരു പ്രതിനിധിയാണ്. അട്ടപ്പാടിക്കാരെ ഈശോ അനുഗ്രഹിക്കും. നിങ്ങൾ മനസ്സിലാക്കും, നമ്മുടെ ഈ പള്ളിയിലായിരുന്നു, നമ്മുടെ സ്വന്തം ആളാണ്. ഈ ധ്യാന കേന്ദ്രത്തിന്റെ പല കാര്യങ്ങളിലും പങ്കാളിത്തമുള്ള ഒരു കുടുംബമാണ്. അങ്ങനെ പറയൂ. ദൈവത്തിൽ നിന്ന് അകന്നു. ഞാൻ ഇവിടെ ഗോപാലപുരം കൊഴിഞ്ഞാമ്പാറ ഗോപാലപുരം സ്ഥലമുണ്ട്. അവിടെ ഞാൻ പോയത് നല്ല കച്ചവടത്തിനൊന്നുമല്ല, കള്ള് കച്ചവടത്തിനാണ്. കർശനമായി ദൈവവചനം നിരോധിച്ചിരിക്കുന്നതും മഹാപാപവുമായൊരു സംഗതിയാണ് ഇപ്പോൾ പറയുന്നത്. അതാണ് ഇദ്ദേഹം താവളത്തിൽ നിന്ന് പോയി ചെയ്യുന്നത്. സമ്പാദിക്കാൻ തുടങ്ങി, ഇഷ്ടംപോലെ ഉണ്ടാക്കി, പണം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ തമ്പുരാനെ മാറുന്നു. ആരും അംഗീകരിച്ചില്ല. അമ്മേനെ, അപ്പനെ, ഉടപ്പറപ്പുള്ള ആരെയും ഞാൻ അംഗീകരിച്ചു. കാരണം തോന്നിയാസ പണമാണ് കയ്യിരിക്കുന്നത്. പണം പണം പണം. അല്ലെങ്കിൽ ഞാൻ ഏതൊരു പിച്ചക്കാരനെ കണ്ട 10-20 രൂപ കൊടുക്കാതെ പോയിട്ടുണ്ടാവില്ല. ഇന്ന് ഇദ്ദേഹത്തെ എനിക്ക് ചെറുപ്പത്തിൽ അറിയാം. നല്ല കുട്ടികൾ. ഞാനിപ്പോൾ ഞെട്ടിപ്പോയി ഇതിനെ പോയെന്ന് അറിഞ്ഞപ്പം. അത് കഴിഞ്ഞിട്ട് വന്ന എൻ്റെ ഓഫീസിലേക്ക് കയറി വരും. പോടാന്നേ പറയുള്ളൂ, പോവാൻ പോലും പറയില്ല. ഇറങ്ങി പോടാ, നിനക്ക് എന്താ ഇവിടെ കാര്യം ചെയ്യും. അത്ര തൻ്റെ ഇടമായിരുന്നു. കാരണം അതേപോലെ പ്രവൃത്തി ചെയ്ത് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുള്ളൂ, ആരെയും മതിക്കാതാണ്. അങ്ങനെ 2011 ഒരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ കള്ള് കയറ്റാൻ പോവുക രാത്രിക്ക്. എൻ്റെ ഡ്രൈവർ കാസർഗോഡ് ഓടിയിട്ട് രാത്രിയാണ് വന്ന കിടക്കുന്നത്. അവന് ഉറക്കമില്ല. എൻ്റെ ഓണർ വിളിച്ചപ്പോൾ അവന് ജോസേട്ട അവന് ഉറങ്ങാതെ കിടക്കുക, വണ്ടി എവിടെയെങ്കിലും കൊണ്ട് തട്ടുക. അവനൊന്നുമില്ല, അവൻ ക്ലിയറായിട്ട് ഓടിക്കുമ്പോൾ ഷാജി നീ വിളിക്കുക. ഞാൻ വിളിച്ചിട്ട് അവനെ എണീക്കുന്ന. ഞാൻ പോയി തട്ടിപ്പറഞ്ഞ് എണീപ്പിച്ചു. അവൻ വണ്ടിയെടുത്ത് ഒറ്റ പോക്ക. അവൻ എടുത്തത് ഞാൻ പറഞ്ഞു, എടാ നീ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് മുട്ടിക്കും, നീ എൻ്റെ ജീവിതം കൂടി നാശമാക്കരുത് സിജോ എന്ന് പറഞ്ഞു തീർന്നില്ല. 3 പനയെ അവൻ ഇടിച്ച് തകർത്തത്. 3 പനക്കിട്ട് തന്നെ ഇടിക്കണം, കാരണം അവിടെ നില കണ്ടു. എന്നിട്ട് എനിക്ക് ചങ്കിന് അടി കിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ തലയ്ക്ക് അടി കിട്ടിയത് എനിക്ക് ഓർമ്മയില്ല. അതെന്ന് വെച്ചാൽ കാർന്നോമാരുടെ കുരുത്തെന്ന് പറയും. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പണി മതിയാക്കി. ഞാൻ പോരാൻ നേരത്തെ ഒരാൾ വന്ന്, ഞാൻ എൻ്റെ ഓണർക്ക് നന്നായിട്ട് മുതലുണ്ടാക്കി കൊടുത്തു. അയാൾ കണ്ടു. അയാൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ പോരെ, ഞാൻ നിനക്ക് 20,000 രൂപ മാസം ശമ്പളം തന്നേക്കാം. ജോസ് നിനക്ക് എന്നാ തരുന്നത്, നിനക്ക് അങ്ങനെ ഒന്നും തരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ആര് തന്നാലും തന്നില്ല, ഇനി എനിക്ക് പണി വേണ്ട, ഈ പണി ഞാൻ മദ്യത്തോട് ബന്ധപ്പെട്ട ഒരു 10,000-ങ്ങളും 20,000 എൻ്റെ ദൈവം നേരായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ എന്നെ സമ്മതിച്ചാൽ ഞാൻ ചെയ്തോളാം, ഇല്ലെങ്കിൽ ഇരിക്കാം. ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്നു.
വീട്ടിൽ ചെന്ന് ഞാൻ കടന്നുപോയി. എനിക്ക് എണീക്കത്തില്ല, നടക്കത്തില്ല, നിൽക്കത്തില്ല. കാരണം അമ്മാതിരി അടിയാണ്. കിടന്ന കിടപ്പിൽ മൂത്രം ഒഴിക്കും, ഞാൻ അറിയുന്നില്ല മൂത്രം ഒഴിക്കുന്നത്. അമ്മയോ ഏടത്തിയമ്മയോ കണ്ട് മൂത്രം ഒഴിക്കുന്നതുകൊണ്ട് ഉണർത്തിയ മൂത്രം അത് ബേസം വെച്ചിരിക്കുമായിരുന്നു. പുറത്തു പോയൊന്നും മുള്ളാൻ പറ്റില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ അത്ര കഷ്ടപ്പെട്ടു. ദൈവമേ, മംഗലാപുരമൊക്കെ പോയി വന്നെന്ന് ഇവർ പറയുന്നത് എനിക്കറിയത്തില്ല. അതായത് ഒരു വെണ്ടയ്ക്ക അല്ലെങ്കിൽ ഒരു പടവലങ്ങ പോലെ ആയി എന്ന് പറഞ്ഞാൽ ബോധമുണ്ട്. 87 കിലോ ഉണ്ടായിരുന്ന ഞാൻ 58 കിലോയിലേക്ക് എത്തി. എൻ്റെ തൂക്കം അത്ര അവശതയായി. എന്നിട്ട് ഞാൻ അപ്പൊ കള്ളിൽ കിട്ടിയ എല്ലാം പോയി. സത്യം കിട്ടിയതൊക്കെ പോയാൽ എനിക്ക് അതാണ് ഇങ്ങനെയുള്ള സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവി പോലെയാണ്. സ്പിരിറ്റ് എടുത്ത് വെച്ച് കുറച്ച് ബാഷ്പീകരിച്ച് പോകണം. അതേ മാതിരിയാണ് കുടുംബത്തിൽ ഇരിക്കില്ല. അത് പോകും. അത് ഈ സഹോദരൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക. കള്ളുകാർ കേൾക്കണം. പറ. പള്ളി പോവില്ല, കുർബാന കാണില്ല, താവളത്തെ സംസാരിക്കില്ല, കുർബാന സ്വീകരിക്കില്ല, താവളത്ത് ഒന്നും അംഗീകരിക്കില്ല. ഞാൻ ആരെയും അംഗീകരിക്കില്ല. ആരെയും അംഗീകരിക്കുന്ന വട്ടാരത്തിന് അങ്ങനെ പറയണത്. സഭേനെ പോലും അംഗീകരിക്കില്ല. അതൊക്കെ വെറും പ്രവസനമാണെന്നാ പറയണേ. തട്ടിപ്പ്. അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ വെറുതെയാ. അവര് മുതലുണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെയാണ്, നമ്മളെ മാതിരി ഒന്നും അല്ല എന്ന് പറയും. അത് ഒരു പ്രത്യേക കാലത്ത് മൂത്ത പിശാച് പിടികൂടുന്ന കാലമുണ്ട്. അപ്പോൾ ആന്തരിക നേത്രം അന്ധമാവും. അന്ധമായി കഴിഞ്ഞാൽ പിന്നെ പറയണത് എന്ത്, ചിന്തിക്കുന്നുണ്ടെന്ന് ലക്കുണ്ടാവില്ല. അതേമാതിരിയായി. എന്നിട്ട് ഇതിനെല്ലാം, അതായത് ശരിക്കും പറഞ്ഞാൽ 1-ാം പ്രമാണം 6-ാം പ്രമാണം ലംഘിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല മക്കളെ. എന്ന് പറഞ്ഞാൽ മദ്യപാനോ വ്യഭിചാരോ വന്നാൽ പിന്നെ വൈദികരെയും കുർബാനയെയും കുംഭസാരത്തെയും സഭയൊക്കെ തട്ടിപ്പായിട്ടേ തോന്നുള്ളൂ. തട്ടിപ്പായിട്ട്. നിത്യസത്യങ്ങൾ ആര് പറഞ്ഞാലും, അത് മാതാപിതാക്കന്മാർ പറഞ്ഞാലും അവർ വെറുപ്പായിരിക്കും. മാതാപിതാക്കന്മാർ ഇഷ്ടമല്ലല്ലോ, എല്ലാവരോടും വെറുപ്പ്. ആര് പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ ഇങ്ങനെ 1-ാം പ്രമാണം 6-ാം പ്രമാണം ചെയ്താൽ പിന്നെ പിശാചിന് അതേ സ്വഭാവം. ഒരാൾക്ക് വിധേയപ്പെടില്ല, ഒരാൾ പറഞ്ഞാൽ കേൾക്കില്ല. എന്നെ ആരും പഠിപ്പിക്കേണ്ട. ഒരു പ്രത്യേക ഒരു പോക്ക്. ലൂസിഫറിൻ്റെ അതേ പോക്കായിരിക്കും. ഹല്ലേലൂയ, ഉറക്കം പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 പന ആ അപകടത്തിൽ കൂടെ തമ്പുരാനിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു അനുഭവം കിട്ടുന്ന അഭിഷേകത്തിനെ കണ്ടു. എങ്ങനെ ഉണ്ടായി? പിന്നെ എങ്ങനെ ഉണ്ടായത്? എങ്ങനെ പിന്നെ തിരിച്ചു വന്നാൽ അത് പറ. ഞാൻ എന്നിട്ട് വന്നതേ കടന്നുപോയി. എണീക്കാനും നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായി. കടന്ന് മൂത്രം ഒഴിക്കാൻ തുടങ്ങി. അങ്ങനെയായി മടുത്തു. പോകാത്ത ആശുപത്രി മംഗലാപുരം കൊണ്ടുപോയി, കോഴിക്കോട് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. ലാസ്റ്റ് കോഴിക്കോട് ചെന്നപ്പം ഡോക്ടർ അവരോട് പറഞ്ഞു, പരിയാരത്ത് നല്ലൊരു ഞരമ്പിൻ്റെ ഡോക്ടറുണ്ട്, നിങ്ങൾ കൊണ്ട് കാണിച്ചു നോക്ക്. ഞരമ്പിൻ്റെ അസുഖമാണ്, എന്താണേലും ഞരമ്പിൻ്റെ കുഴപ്പമാണ്, അവസാനം കാണിച്ചു നോക്ക്, ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തരും. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ MRI എടുത്തിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ 1300 രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്തെന്നൊക്കെ പറയുന്നു. നമ്മളതൊന്നും കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല. എന്ത് ഇഞ്ചക്ഷൻ എടുത്താലും ഒന്നും തോന്നണില്ല, അതേമാതിരിയായി ശരീരം. എന്നിട്ട് ഡോക്ടർ അവരോട് പറഞ്ഞു, ഇവന് ഒരു ചികിത്സയുള്ളൂ, ഇവൻ്റെ ഈ ഞരമ്പിൻ്റെ ഉത്തേജനത്തിന് ഗുളികയുണ്ട്. അത് ഒരു ദിവസത്തിൽ 1 മിനിറ്റ് കഴിക്കാതെ രാവിലെ 9:01 രാത്രി 8:09 കഴിച്ചിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. 1 മിനിറ്റ് പോലും തെറ്റാതെ അല്ലേ? ഒരു വിട്ടുവീഴ്ചയില്ല അതില്. 9:01 എന്ന് പറഞ്ഞാൽ 9:01 കഴിച്ചിരിക്കണം. പിന്നെ ഇവനെ നിങ്ങൾ എങ്ങനെ നടത്തുന്നോ, ഇവൻ കിടന്നു പോയാൽ പിന്നെ എണീക്കില്ല, അത് ഉറപ്പാന്ന് പറഞ്ഞു. ഇതിന് വേറെ ട്രീറ്റ്മെന്റ്. ഇവൻ നടക്കണം, നടന്ന് ഇവന്റെ ഞരമ്പിന് ബലം കിട്ടണം, എന്നാലേ ഇവൻ രക്ഷപ്പെടുകയുള്ളൂ. അത് നിങ്ങളുടെ ഉത്തരവാദിത്വം, അത് ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ വന്ന് ഇവൻ എണീറ്റിട്ട് ഇവനെ നടത്താൻ പാടുള്ളൂ. നിങ്ങളാരും തന്നെ ഇവനെ വിടരുത്. ഇവൻ എപ്പോൾ വേണേലും മയങ്ങി വീഴും, എവിടെയെങ്കിലും തലകറങ്ങി വീഴും. അതൊന്നും ഒരു പ്രശ്നമാക്കരുത്, നിങ്ങൾ പിടിച്ചോണ്ട് നടന്നോണം. അന്ന് തൊട്ട് എൻ്റെ മക്കളും എൻ്റെ അടുത്തമ്മ സവാരി 2 കിലോമീറ്റർ ഒരു ദിവസം നടന്നിരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടക്കുക തന്നെ. നടന്ന് ഞാൻ എണീറ്റ്. ഞാൻ നല്ല എൻ്റെ തമ്പുരാനോട് ഞാൻ പറഞ്ഞു, തമ്പുരാനെ ഇനി ഞാൻ തെറ്റായ ഒരു വഴിക്ക് 10 പൈസ ഞാൻ ഉണ്ടാക്കില്ല, എനിക്ക് ഇനി പൈസ വേണ്ട, പൈസയുടെ ആർത്തി തീർന്നു. എനിക്ക് ആർത്തിയായിരുന്നു പണം എന്ന് പറഞ്ഞു. പണം വന്നറിയോ, ചെറുപ്പത്തിലെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞൊരു +2 ഒരു യുവത്വത്തിലേക്ക് കയറി കഴിഞ്ഞൊരു ആർത്തി അങ്ങോട്ട് കയറും ഒരു സമയത്ത്. ഹല്ലേലൂയ.
ആർത്തി എന്ന് പറഞ്ഞാൽ പണം 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 എന്നുള്ളൊരു ആർത്തി കൊണ്ട് കയറും. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അപ്പനെ അമ്മനെ എനിക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പം എനിക്കറിയാം. ഇവിടെയൊക്കെ വന്ന് ഇതിനൊക്കെ പണിത് ഈ ധ്യാന കേന്ദ്രത്തിനൊക്കെ ഇതിൻ്റെ കൂടെ നിന്നിരുന്ന ആളാണ്. പിന്നെ കുറേ കാലം കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ച പോലെ തീർത്ഥാടനത്തിന് പോയിരിക്കാവുന്നത്. അമ്മ ഭയങ്കര ഭക്തയാണ്. അമ്മ അഭിഷേകാഗ്നിനെ കുറിച്ച് പറഞ്ഞു, നീ അതിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, തമ്പുരാൻ നിൻ്റെ ഒപ്പം വരുമെന്ന് പറഞ്ഞു. തമ്പുരാൻ വന്നു, ഞാൻ രക്ഷപ്പെട്ടു. നീ അഭിഷേകത്തിന് കണ്ടോ? എന്നിട്ട് പിന്നെ ശരി, ഇരുന്ന് കാണാൻ പറ്റില്ല, കിടന്ന് കാണും. അത് ഇരുന്ന് കാണാൻ ഇപ്പോൾ ഇരുന്ന് നടക്കുന്ന സമയത്ത് കാണാൻ പറ്റാത്തവരുണ്ട്, ഇരിക്കുന്ന സമയത്ത് കാണാൻ പറ്റാത്തവർ, അവർ കടന്ന് കണ്ടോളൂ. ഇപ്പോഴും കുടിച്ചു വരയ്ക്കുമ്പോൾ എല്ലാ രഹസ്യമൊന്നും എനിക്ക് ഇരുന്ന് ചെല്ലാൻ പറ്റില്ല, കടന്നുകൊണ്ട് ചെല്ലും ഞാൻ. പക്ഷെ എന്നാലും ശരി, ദൈവം അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നടത്തിച്ച്. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ ഭക്തി നമുക്ക്, മാതാപിതാക്കന്മാർക്ക് ദൈവഭക്തി ഉണ്ടെങ്കിൽ മക്കൾക്ക് രക്ഷയാണ്. ഹല്ലേലൂയ. കൈയടിച്ച് ഗ്ലോറി ഗ്ലോറി. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. കൈകൾ ഉയർത്തി കൈയടിച്ച്. പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യ ഭാചനങ്ങളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ സഹോദരൻ്റെ അനുഭവം കേട്ടപ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ 4-5 വചനങ്ങൾ കർത്താവ് എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നു. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. വികടബുദ്ധികളുടെ മാർഗം മുള്ളുകളും കെണികളും നിറഞ്ഞതാണ്. കരുതലോടെ നടക്കുന്നവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. കരുതലോടെ നടക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെ, ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ, വിദ്യാർത്ഥിനികളെ, യുവതിവാക്കന്മാരെ, ചെറുപ്രായത്തിൽ തന്നെ ദൈവവചനം കേട്ട് സ്ഥിരമായ ഐശ്വര്യം നൽകുന്ന ദൈവകൃപയെ മുറുകെ പിടിക്കാൻ വേണ്ടി ദൈവം ഇന്ന് പരിശുദ്ധാത്മാവായ ചെന്നൈയിൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിനയത്തിനും ദൈവഭക്തിക്കും ദൈവം നൽകുന്ന പ്രതിഫലമാണ് സമ്പത്തും ജീവനും ബഹുമതിയും. ഉറക്കെ പറയാ ഹല്ലേലൂയ. വികടബുദ്ധികളുടെ മാർഗം മുള്ളുകളും കെണികളും ജീവന്റെ മേലുള്ള വലിയ അപകടങ്ങളും നിറഞ്ഞതാണെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. 2 കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. മാതാപിതാക്കളും കുട്ടികളും ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വിജ്ഞാനം നിറഞ്ഞ വചസ്സുകളിൽ കാതുകളെ ഉറപ്പിക്കാനും പ്രബോധനത്തിൽ മനസ്സിരുത്താനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ആരാധന. ദൈവമേ അനുഗ്രഹിക്കണമേ. ഈ നിമിഷങ്ങളിൽ മക്കളെ അനുഗ്രഹിക്കണ കർത്താവേ. ഓരോ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവേ. ആരാധന, ആരാധന, ആരാധന. അടഞ്ഞുപോയ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. ഇപ്പോൾ ഇടപെടണമേ കർത്താവേ. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഇപ്പോൾ അവിടുന്ന് കുടുംബങ്ങളെ സന്ദർശിക്കണമേ കർത്താവേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ ദൈവത്തെ ആരാധിക്കുന്നു. യേശുവേ, 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 യേശുവേ. സ്പർശിക്കണമേ, തൊടണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്നേഹമുള്ള ദൈവമേ, ഈ വചനത്തിലേക്ക് അവിടുന്ന് കൈപിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന വിദ്യാർത്ഥിനികളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. കർത്താവെ, ലോകപ്രകാരം മനസ്സ് ഭ്രമിച്ചു പോയി. നിഷ്കളങ്ക ഹൃദയത്തെ ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ വഴിതെറ്റിക്കുന്നു കർത്താവെ. വഴിതെറ്റി കിടക്കുന്ന മനസ്സുകളും താളം തെറ്റി കിടക്കുന്ന ജീവിതങ്ങളും ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ കരസ്പർശനത്താൽ വീണ്ടും പുതുജീവൻ പ്രാപിക്കേണ്ട വരുത്തണമേ. യുവതിവാക്കന്മാരെ അവിടുന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ കർത്താവെ. ഓരോ മകനും മകളും കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച്, പരിശുദ്ധാത്മാവേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ഉപദേശിക്കണമേ. എളിമപ്പെട്ട് മക്കളെ ആഗ്രഹിക്കുക. ഈ നിമിഷം പരിശുദ്ധാത്മാവ് വലിയൊരു നിത്യ സനാതന സത്യം ഹൃദയത്തിലേക്ക് വലിയ വലിയ അഭിഷേകത്തോടെ പതിപ്പിച്ച് നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹൃദയങ്ങളെ സ്പർശിക്കണമേ. അടഞ്ഞ ഹൃദയങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. മരവിച്ച ഹൃദയങ്ങളെ സ്പർശിക്കണമേ.
സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ജീവിതങ്ങളെ തുറക്കണമേ, ഇപ്പോൾ വിടുവിക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ഈശോയുടെ അത്ഭുതമായ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സംസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. എല്ലാവരും ചേർന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് അനർഹമായ സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവി. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 6-ാം തിരുലിഖിതം, കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സമ്പത്തിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. സമ്പത്ത്, അതും അനർഹമായ സമ്പത്ത്, കള്ളമാർഗത്തിൽ നേടിയ സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവി. സ്പിരിറ്റൊക്കെ എടുത്തു വെച്ച് തിരി കഴിയുമ്പം എല്ലാം ബാഷ്പീകരിച്ച് അതേമാതിരി ഉണ്ട് എന്ന് വിചാരിക്കുമ്പം അതെല്ലാം പറന്ന് പറന്ന് അപ്രത്യക്ഷമായിരിക്കും. പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവി, മരണത്തിന്റെ കെണി. പ്രിയപ്പെട്ട സമ്പത്ത് ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. അനർഹമായ സമ്പത്ത് കുടുംബത്തിലേക്ക് വന്നാൽ ആ സമ്പത്ത് തക്ക സമയത്ത് ഉപയോഗപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവനും നമ്മുടെ കുടുംബത്തിലെ ജീവിതങ്ങൾക്കും കടുത്ത ഭീഷണിയാണെന്നല്ലേ ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സാക്ഷ്യം പറഞ്ഞ ആ ദൈവ പൈതലിനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. നല്ല സ്വഭാവവും നല്ല വിധത്തിൽ ദൈവരാജ്യത്തിൽ താല്പര്യമൊക്കെ ഉണ്ടായിരുന്ന നല്ലൊരു മകനായിരുന്നത്. എന്നാൽ ഇടയ്ക്ക് വെച്ച് എപ്പോഴോ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞ് വിട്ടുപോയി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പിശാച് പീഡിപ്പിച്ചു. എന്തിനാ പീഡിപ്പിച്ചത്? പണം, പണം, പണം. ഇതുകൊണ്ടൊന്നും കാര്യമില്ല, പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല, ദൈവഭക്തി കൊണ്ട് കാര്യമില്ല, ഇങ്ങനെ പള്ളി ചേർന്ന് നടന്നുകൊണ്ടൊന്നും കാര്യമില്ല. പണം, 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 ഇതിനു വേണ്ടി നീ പോ എന്ന് പറഞ്ഞ് പിശാച് പീഡിപ്പിച്ചു. ആ ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏതോ ഒരു സെക്കൻഡിൽ ജീവിതത്തിന്റെ നിയന്ത്രണം കയ്യിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ ലോകാരൂപിയുടെ പീഡ, ആ പിശാചിന്റെ പീഡയിൽ അദ്ദേഹം പണം ഉണ്ടാക്കാൻ വേണ്ടി പല വഴികളിലൂടെ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇനി 4 കാശ്, 5 പൈസ, 5 കാശ് അനർഹമായിട്ടുള്ള നേടാൻ ഞാൻ പോവുകയില്ല. എനിക്ക് അർഹതപ്പെടാത്ത ഒരു സമ്പത്തും നേടാൻ ഞാൻ പോവുകയില്ല. ഇനി എനിക്ക് തമ്പുരാൻ തന്നാൽ മാത്രം മതി, ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ സമാധാനത്തിൽ ജീവിക്കട്ടെ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ജെറമ്യ പ്രവചനത്തിൽ 17-ാം അധ്യായത്തിലെ 11-ാം തിരുലിഖിതം, താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായ സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അത് അവനെ പിരിയും, അവസാനം അവൻ ഒരു വിഡ്ഢിയാവുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 5 പൈസയ്ക്ക് നമുക്ക് പ്രയോജനപ്പെടാതെ അത് നമ്മളിൽ നിന്ന് ചിറക് വെച്ച് കഴുകനെ പോലെ പറന്ന് 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 പോകും എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെ ഈ സമ്പത്ത് നമ്മുടെ കുടുംബത്തിലെ ബാക്കിയുള്ള സമ്പത്ത് കൂടെ നശിപ്പിച്ചു കളയും. ബാക്കിയുള്ള സമ്പത്ത് കുടുംബത്തെ നശിപ്പിക്കുന്നു മാത്രമല്ല, നമ്മളെ ജീവനെ പോലും നശിപ്പിച്ചിട്ട് ജീവിത മധ്യത്തിൽ അത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്ന ക്രൂരമായ മുഖം അത് കാണിക്കുമെന്ന് തിരുലിഖിതം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. മണി ഈസ് എ ക്രൂവൽ മാസ്റ്റർ, എ യൂസ്ഫുൾ സെർവൻറ്റ്. പണത്തെ ഒരു സേവകനായി നമ്മൾ നിർത്തുകയാണെങ്കിൽ, നിലയ്ക്ക് നിർത്തിയാൽ അത് നല്ലൊരു സെർവൻ്റാണ്. എന്നാൽ പണം നമ്മുടെ മേലധിപതിയായാൽ, പണം 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 ഇതൊരു മാത്രം ചിന്തയായാൽ, മണി ഈസ് എ ക്രൂവൽ മാസ്റ്റർ. ജീവിത മധ്യത്തിൽ നമ്മളെ നശിപ്പിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ ബാക്കിയുള്ളവർ നശിപ്പിച്ചിട്ട് അത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ പുതുതലമുറ ഇന്ന് വളരുന്ന അനേകം കുട്ടികളുടെ ഉള്ളിൽ ഒരു വലിയൊരു മോഹം പിശാച് വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയോ? പെട്ടെന്ന് പണക്കാരനാകണം,
അധ്വാനിക്കാതെ പണം ഉണ്ടാക്കണം, പണം പണം പണം, ഇതൊരു ഭ്രമമായി അനേകം കുട്ടികളുടെ യുവതിവാക്കന്മാരുടെ അനേകം ജീവിതങ്ങളുടെ ഉള്ളിലേക്ക് ഇത് ലോകം വിതച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പള്ളിയില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥനയില്ലെങ്കിലും കുഴപ്പമില്ല, ഞായറാഴ്ച ജോലി ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അവിഹിതമായ സമ്പത്താണെങ്കിലും കുഴപ്പമില്ല, കൈക്കൂലി വാങ്ങിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ആരെ വെട്ടിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല, വിസ തട്ടിപ്പ് നടത്തിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഇൻഷുറൻസ് തട്ടിപ്പോ എന്തെങ്കിലും മണി ചെയിൻ എന്തെങ്കിലും തട്ടിപ്പ്, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. അതിർത്തിക്കല്ല് മാറ്റിയിട്ടോ അല്ലെങ്കിൽ അവരെ കൊന്നിട്ടോ മോഷ്ടിച്ചിട്ടോ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. ഇത് തന്നെ അനേകം ജീവിതങ്ങളെ ഈ കാലഘട്ടത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. ദൈവത്തിന്റെ വചനം സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ പഠിപ്പിക്കുകയാണ്, വഞ്ചനയിലൂടെ നേടിയ സമ്പത്ത് ആദ്യം മധുരിക്കുന്നു, പിന്നീട് വായിൽ ചരൽ നിറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വായിൽ ചരൽ നിറയുന്ന വിധം ജീവിതം അരോചകമായി മാറും. അരോചകമായ ജീവിതത്തിന് നിരനാത്രങ്ങൾ തള്ളി നീക്കുന്ന ദിവസങ്ങൾ വരുമെന്ന് ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അനർഹമായ സമ്പത്തിനോട് ബന്ധപ്പെടുത്തി ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന 2 മുന്നറിയിപ്പുകൾ. ഒന്ന്, ഈ ജീവിതം മടുത്തിട്ട് നേരം വെളുക്കുമ്പോൾ എങ്ങനെയെങ്കിലും തോന്നുന്നു രാത്രി ആയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന്, രാത്രിയാകുമ്പോൾ തോന്നും എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. രാത്രിയും പകലും സമാധാനമില്ലാത്ത അരോചകമായ വായിൽ ചരൽ നിറഞ്ഞ ജീവിതമായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും ഈ അനർഹമായ സമ്പത്ത് എന്ന് ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് നൽകുകയാണ്. അധ്വാനിക്കാതെ നേടുന്ന സമ്പത്ത്, കള്ളുഷാപ്പും ബാറും വാദ്യചാരായവും ലോട്ടറിയും ഇങ്ങനെയുള്ള ചൂതാട്ടം ചീട്ടുകളി ഇതിലൂടെയൊക്കെ സമ്പാദിക്കുന്ന സമ്പത്ത്, അധ്വാനിക്കാത്ത സമ്പത്ത്, കൈക്കൂലി വഴി ഉണ്ടാക്കുന്ന സമ്പത്ത്, അങ്ങനെ മറ്റുള്ളവരെ വെട്ടിച്ചും തട്ടിച്ചും ഉണ്ടാക്കുന്ന സമ്പത്ത്, കൊള്ള ചെയ്ത് മോഷ്ടിച്ചും ഭീഷണിപ്പെടുത്തിയും അപഹരിച്ചെടുക്കുന്ന സമ്പത്ത്, നീ നിന്റെ അയൽപക്കത്തുള്ളവരെയോ നിന്റെ ഓഫീസിൽ വരുന്നവരെയോ നിന്റെ ദേശത്തുള്ള ദുർബല വിഭാഗങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തിയും അരാജകത്വം സൃഷ്ടിച്ചും നീ അവരുടെ സമ്പത്ത് കൈക്കലാക്കിയാൽ ദൈവത്തിന്റെ വചനം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 22-ഉം 23-ഉം തിരുലിഖിതങ്ങൾ, നിസ്സഹായനെന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിക്കൽ വെച്ച് കഷ്ടപ്പെടുന്ന ശരണാർത്ഥിയെ മർദ്ദിക്കുകയോ നീ ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ നിന്ന് തീരാവ്യാധികളും ദുർശക്തികളും തകർച്ചകളും ദുരന്തങ്ങളും അനർത്ഥങ്ങളും വിട്ടൊഴിയാത്ത ദിനങ്ങളും കാലങ്ങളും കുടുംബത്തിലേക്ക് കയറി വരുമെന്ന് ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് നൽകുകയാണ്. നിസ്സഹായനെന്ന് കരുതി നീ ദരിദ്രന്റെ മുതൽ അപഹരിച്ചെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ, നീ ദരിദ്രന്റെ മുതൽ അപഹരിച്ചെടുക്കുന്ന ഒരു വെറി മർക്കടമുഷ്ടിയോ, നീ ഒരു ധിക്കാരിയോ, നീ മർദ്ദകനോ, നീ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വഞ്ചകനൊക്കെ ആയി സമൂഹത്തിൽ ഇന്ന് നടക്കുമ്പോൾ നിനക്ക് തോന്നും ഇത് വളരെ മധുരമുള്ള ജീവിതമാണ്, ഇത് നല്ല ജീവിതമാണ്, ഞാൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി സംഘം ചേർന്ന് നടന്നാൽ എന്നെ തൊടാൻ ആരുമില്ല, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, എനിക്ക് തോന്നുന്നതല്ല എനിക്ക് ചെയ്യാം. അരാജകത്വത്തിന്റെ മനുഷ്യ, നീ നിയമവും ക്രമവും തെറ്റിച്ച് നിന്റെ ഇഷ്ടപ്രകാരം പണം 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 ഒറ്റ മൂല്യം മുന്നിൽ വെച്ച് നീ നടന്നാൽ, നിന്റെ ജീവിതത്തിന് നീ ഡിസിപ്ലിൻ ഉണ്ടാക്കിയാൽ, നിന്റെ ജീവിതം നീ പണം എന്ന ഒറ്റ കാര്യത്തിൽ കേന്ദ്രീകരിച്ച് നീ പടുത്തുയർത്തിയാൽ ദൈവത്തിന്റെ വചനം നിനക്ക് മുന്നറിയിപ്പ് തരികയാണ്. നീ നിസ്സഹായരുടെയും ദരിദ്രരുടെയും ആരുമില്ലാത്തവരുടെയും സംസാരിക്കാൻ ശക്തിയില്ലാത്തവരുടെയും കാര്യങ്ങളെല്ലാം മുതലെല്ലാം നീ അന്യായമായ വിധത്തിൽ അപഹരിച്ചെടുത്താൽ സർവശക്തൻ അവരുടെ കൂടെ നിൽക്കുകയും നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവൻ അപഹരിച്ചെടുക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം സുഭാഷിതങ്ങൾ 22-23 മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ പറിച്ചെടുക്കുകയും ചെയ്യും. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 5-ാം തിരുലിഖിതം, സമ്പത്തിന്റെ മേൽ കണ്ണു വെക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് അപ്രത്യക്ഷമായി കഴിയും. കഴുകനെ പോലെ ചിറക് വെച്ച് അത് ആകാശത്തിലേക്ക് പറന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാകും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. പെട്ടെന്ന് ധനവാനാകാൻ ആഗ്രഹിക്കരുത്. സമ്പത്ത് നേടാൻ നീ അമിതമായി അധ്വാനിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം നീ കാണിക്കണം. 2 കരങ്ങളും കർത്താവിലേക്ക് ഉയർത്താം. ഇന്നിതാ അനേകം ജീവിതങ്ങളെ ധനമോഹം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി തിന്മകളിലും അനവധി തകർച്ചകളിലേക്കും ജീവിതം ഈ ധനമോഹം തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. വിവേകവും ഉണർവും ജീവിതങ്ങളിലേക്ക് ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, കർത്താവേ സ്പർശിക്കണമേ, കർത്താവേ തൊടണമേ, യേശുവേ ഇടപെടണമേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, എന്റെയുള്ളിൽ വാഴുവാൻ നീ വരൂ, വരൂ. ഹല്ലേലൂയ, മറനാഥ. Lord Jesus.